വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ മന്ത്രിസഭയിലെ മാറ്റത്തിന് മുന്നോടിയായി മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. 10:00 ചേരുന്ന LDF യോഗത്തിന് മുൻപായാണ് ഇരുവരും മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്ത് കൈമാറിയത്. മന്ത്രിസഭയിലെ മാറ്റം ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രിയെ കാണട്ടെ. മുഖ്യമന്ത്രരിയെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ട് എന്താ ചെയ്യാൻ പോകുന്നുള്ള നേരത്തെ പറഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സംഗതി ഇല്ല. അത് ശരിയല്ല, സസ്പെൻസിന്റെ അല്ല, അത് ശരിയല്ല എന്നുള്ളത് അത് നിങ്ങൾക്കറിയാമല്ലോ. LDF കൺവീനറെ ഞാൻ കാണുന്നില്ല. പിന്നെ എനിക്ക് ആത്മവിശ്വാസത്തിന് എന്താ കുറവ്? എനിക്ക് നല്ല ആത്മവിശ്വാസമില്ലേ? എന്തോന്ന് ഞാൻ സംതൃപ്തിയോടെയാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത്. അത് ഞാൻ 2 വർഷത്തെ പീരീഡ് പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി കണ്ടുവരില്ലേ? ഇനി 2 വർഷം അല്ലല്ലോ, ഞാൻ 5 വർഷം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജിക്കത്ത് മാത്രമല്ല, ക്രിസ്മസ് കേക്ക് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓ നന്നാവും. എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് എന്തുവേണമെങ്കിലും വ്യാഖ്യാനം. ഞാൻ കണ്ടിട്ട് വന്നിട്ട് പറയുമല്ലോ, ഞാൻ തുറന്ന് പറയുന്ന ഒരാളാണല്ലോ. പക്ഷെ പറയേണ്ട സമയത്തല്ലേ പറയാൻ പാടുള്ളൂ. ഓ ശരി, ഓക്കെ. LDF ആണ് എന്നെ മന്ത്രിയാക്കിയത്. LDF ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാക്കും. ഇപ്പം ഞാൻ CM കാണാൻ പോകണം. ഓക്കെ, LDF ആണ് തീരുമാനിക്കേണ്ടത്. LDF ആണ് എന്നെ മന്ത്രിയാക്കിയത്. LDF ആവശ്യപ്പെട്ടാൽ ഒഴിയും. വളരെ സന്തോഷം. ടേം പൂർത്തിയാക്കി നന്നായി തന്നെ ഈ പീരീഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ LDFന്റെ തീരുമാനമാണ്. സംതൃപ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഇത്രയും കാലം മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും LDF തീരുമാനിക്കട്ടെ, ഒരു പ്രശ്നമില്ല. സന്തോഷം. 11 മണിക്ക് EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മന്ത്രി അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചു. നേരത്തെ നിശ്ചയിച്ച ധാരണ പ്രകാരം ഇരുവർക്കും പകരമായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. VV അരുണുണ്ട് ക്ലിഫ് ഹൗസിൽ. R കിരൺ ബാബു AKG സെന്ററിലുമുണ്ട്. AKG സെന്ററിൽ LDF യോഗം അല്പസമയത്തിനകം തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം നമുക്ക് EP ജയരാജന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ അദ്ദേഹം ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ആദ്യം അരുണിലേക്ക്. അരുൺ, നവകേരള സദസ്സ് കഴിഞ്ഞു. അതിനുശേഷം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പുതിയ 2 മന്ത്രിമാർ വരുന്നു. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആന്റണി രാജു കൈകാര്യം ചെയ്ത ഗതാഗതവും ഇപ്പോഴത്തെ അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖവുമാണോ പുതിയ മന്ത്രിമാർ കിട്ടുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ സസ്പെൻസ് നിലനിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ? രജിത്ത്, കാര്യങ്ങളിൻ്റെ ഔപചാരികത മാത്രമാണ് ബാക്കി. ഇടതുമുന്നണി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇടതുമുന്നണി യോഗം 10:00 ചേർന്ന 11 മണിക്ക് ഇടതുമുന്നണി കൺവീനർ തീരുമാനം പ്രഖ്യാപിക്കും. 2 മന്ത്രിമാരും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. മുഖ്യമന്ത്രി സ്വാഭാവികമായും രാജി സ്വീകരിക്കും. അഹമ്മദ് ദേവർകോവിൽ രാജിവെച്ച ശേഷവും മാധ്യമങ്ങൾ അക്കാര്യം പ്രതികരിച്ചു. ആന്റണി രാജു ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണുകയാണ്. രാജിക്കത്തും ക്രിസ്മസ് കേക്കുമായാണ് ആന്റണി രാജു മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കുടുംബസമേതം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. അല്പസമയത്തിനും കൂടിക്കാഴ്ച അവസാനിച്ച് അദ്ദേഹം പുറത്തേക്ക് വരും. ഏതായാലും മുന്നണിയിലെ മുൻധാരണ അനുസരിച്ച് തീരുമാനങ്ങൾ അതേപടി നടപ്പാവുകയാണ്. 2 മന്ത്രിമാർ രാജിവെക്കുന്നു. ഇടതുമുന്നണി യോഗം പകരം KB ഗണേഷ് കുമാറിനെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും, കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി KB ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് വരും. ആ പ്രഖ്യാപനം മുന്നണി കൺവീനർ EP ജയരാജൻ 11 മണിക്ക് നടത്തും. വകുപ്പുകളുടെ കാര്യത്തിലും മുന്നണി ധാരണയായി കഴിഞ്ഞു. ഇനി അതും ഔപചാരിക ചർച്ചകൾ മാത്രമാണ് ബാക്കി. ആന്റണി രാജുവിൻ്റെ ഗതാഗത വകുപ്പ് തന്നെ KB ഗണേഷ് കുമാർ വീണ്ടും ഭരിക്കും. KB ഗണേഷ് കുമാർ നേരത്തെയും ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. KSRTC ഉൾപ്പെടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അഹമ്മദ് ദേവർകോവിലിൻ്റെ വകുപ്പിലേക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി വരും. അദ്ദേഹം നേരത്തെയും പുരാരേഖ അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നു. ഏതായാലും കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് നീക്കുന്നു ഇടതുമുന്നണി. നവകേരള സദസ്സ് കഴിഞ്ഞ അവിടെ മന്ത്രിസഭയുടെ മാറ്റമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കിയതാണ്. അത് അതേപടി നടപ്പാവുകയാണ്. കൂടിക്കാഴ്ച, നിർണായകമായ രാജി സമർപ്പിക്കാനുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. രാജിക്ക് ശേഷം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ചും ഏകദേശം ധാരണയായിട്ടുണ്ട്. 29-ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് രാജ്ഭവനെ അറിയിച്ചിട്ടുള്ളത്. ഗവർണർ അടുത്ത ദിവസം തിരിച്ചെത്തും. അതിനുശേഷം 29-ന് വൈകിട്ട് 4 മണിക്ക് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞയും. 3-ാം തവണയാകും KB ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത്. 2-ാം തവണ
മൂന്നാം തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകുന്നു. അദ്ദേഹം 2006 VS മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അതിനുശേഷം 2016 പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വീണ്ടും 2.5 വർഷ കാലാവധി എന്ന ഇതിലേക്ക് ഒരിക്കൽ കൂടി മന്ത്രിയാവുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന മുതിർന്ന നേതാവ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാമേന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പം KB ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. കിരൺ ബാബു ഉള്ളത്.